ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ്. ഇതിന് മോരുകറി, മോര് കാച്ചിയത് എന്നൊക്കെ പറയും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയാലോ? മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 750 ml നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി 250 ml വെള്ളം നമുക്ക് ഈ തൈരിലേക്ക്, നല്ല കട്ടിയുള്ള തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് ഈ തൈരും വെള്ളവും നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം ഈ മിക്സ്ചർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടായി സ്റ്റവിൽ വെച്ചതിന് ശേഷം ചൂടായി കഴിയുമ്പം അതിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. പൊട്ടി തീരാനാകുമ്പോഴത്തേക്കും ഇതിലേക്ക് ഏകദേശം 3/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് ചെറുതായിട്ട് പൊട്ടി വന്നോട്ടെ. ഉലുവ നല്ല രീതിയിൽ പൊട്ടി ഒരു ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കതിലേക്ക് ഏകദേശം 5ഓളം ചെറിയുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ആഡ് ചെയ്ത ശേഷം ചെറിയുള്ളിയുടെ കളർ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ചെറിയുള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ആഡ് ചെയ്ത ശേഷം നമുക്ക് 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത 4 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 30 സെക്കൻഡ് പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 3 ഡ്രൈ റെഡ് ചില്ലീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 30 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏകദേശം 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 30 സെക്കൻഡ് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നടുവേ കീറിയ 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 30 സെക്കൻഡോളം നല്ല രീതിയിലൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഏകദേശം 2 തണ്ടോളം കറിവേപ്പിലയാണ്. കറിവേപ്പിലേൻ്റെ ഈ ഒരു പച്ച കളർ അത് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ സവാള ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഏകദേശം 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം ഏകദേശം 30 സെക്കൻഡോളം നല്ല രീതിയിൽ അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഏകദേശം 3/4 ടീസ്പൂണോളം തന്നെ മുളക് പൊടിയാണ്. അതിനുശേഷം നമുക്ക് 30 സെക്കൻഡ് മസാലയൊന്ന് വെന്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഏകദേശം 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. അതിനുശേഷം നമുക്കതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഏകദേശം 1 മിനിറ്റോളം വഴറ്റിയെടുക്കാം. മസാലേൻ്റെ റോ ഫ്ലേവറൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തൈരിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ളതിന് പുളി കൂടിയ തൈരാണെങ്കിൽ വിഷമിക്കേണ്ട. കുറച്ച് മധുരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ആയിക്കോളും. ഓരോ ടീസ്പൂണോളം പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. തൈര് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. സ്റ്റവ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ സെറ്റ് ചെയ്യുക. ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം തൈര് പിരിഞ്ഞു പോകും. നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോരുകറി കിട്ടില്ല. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരിക്കലും ഭയങ്കര ചൂടായിരിക്കുന്ന ഒരു കടായിലേക്ക് തൈര് ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കരുത്. ഫ്ലെയിം ഒക്കെ ഒന്ന് ലോ ആക്കി മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ചൂട് കുറഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം തൈര് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്രീമി ടെക്സ്ചറിൽ പിരിഞ്ഞു പോവാതെ നല്ലൊരു മോരുകറി തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മോരുകറി തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പരുവ് എത്തിയിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട്. ഇത്ര എത്തണമെന്നില്ല. നന്നായി ചൂടായി ഉറപ്പ് വരുത്തിയാൽ മതി. ചിലപ്പം ഇത്ര എത്തുമ്പോൾ തന്നെ പിരിഞ്ഞു പോകും. ഒരിക്കലും തിളപ്പിക്കരുത്. ഇനി ഇതിലേക്ക് ഏകദേശം 1/4 ടീസ്പൂണോളം ചെറിയ ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചൂടോടെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം.
ഞാൻ ഇന്നുണ്ടാക്കിയ മോരുകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെൽ ബട്ടനും കൂടെ അമർത്തിയേക്കണം. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.